വെൽക്കം ബാക്ക് ടു FTT. നമ്മളപ്പോൾ ഭക്ഷണം കഴിഞ്ഞ് ഇവിടെ വന്നു. താജ്മഹൽ കാണാൻ പോവാണ്. നമ്മളൊരു ചെറിയ ബുദ്ധിട്ട് കളിച്ച് താജ് മെട്രോൻ്റെ കാർ പാർക്കിങ്ങിലാണ് വണ്ടിയിട്ടുള്ളത്. ഇവിടെ നിന്ന് ഒരു 700 മീറ്റർ പോയി കഴിഞ്ഞാൽ താജിൻ്റെ അടുത്ത് എത്തും. അതേസമയം നമ്മൾ പിന്നെ 2.5 കിലോമീറ്റർ മുന്നോട്ട് ഈ റോഡിലൂടെ തിരക്കിലൂടെ അങ്ങോട്ട് പോയിട്ട് വേണം താജിൻ്റെ ശരിക്കുള്ള പാർക്കിങ്ങിലെത്താൻ. അപ്പോൾ അവിടെ നിന്ന് പിന്നെ 700 മീറ്റർ പോകണം. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് തന്നെ പോകല്ലേ നല്ലത്. അപ്പോൾ അങ്ങനെ റിക്ഷ എടുത്തു. നമ്മൾ വണ്ടി നിർത്തിയപ്പോട്ട് ഈ ചെടിച്ചേരി നമ്മുടെ പിന്നാലെ നടക്കാൻ കേട്ടോ ഈ സംഭവം വിൽക്കാനായിട്ട്. നോക്കിയപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലുമിടാനാണ്. അതായത് താജ് ഇങ്ങനെ ചുട്ടുപഴുത്ത് കിടക്കാവുമല്ലോ, അപ്പോൾ നമുക്ക് കാലുമിടാനായിട്ടുള്ള കവറാണ്. 20 രൂപ 4 സെറ്റ്. നമ്മുടെ യാത്രകളിൽ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ടോട്ടോ ജേണി ഉണ്ടാവാറുണ്ട്. അഡ്വഞ്ചറസ് ആയിട്ട് പോകാം. ഏതോട് വഴി കൂടെയും പൊക്കോളും. പിന്നെ പക്ഷെ ഇത് അത്യാവശ്യം വീതിയുള്ള വഴിയാണ് കേട്ടോ. വന്നു കഴിഞ്ഞാൽ പാർക്കിംഗ് ഉണ്ടാവില്ല എന്ന് മാത്രം. സമയം 3 മണി. ഇവിടെ ഭക്ഷണശാലകളും മറ്റ് ഷോപ്സൊക്കെ ഉണ്ട് ധാരാളം. നമ്മളെന്തായാലും കഴിച്ചുല്ലോ. നമ്മുടെ കബാബ് ആൻഡ് ബിരിയാണിയിൽ കയറി ഭക്ഷണം കഴിച്ചുകൊണ്ട് പിന്നെ ഇത് വേണ്ട. ആഗ്ര ഫേമസ് പേട്ട. പേട്ട എന്തായാലും മേടിക്കണം. ആഗ്ര പേട്ട എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അപ്പോൾ 3 മണി സമയം 45 ഡിഗ്രിയാണ് തിളയ്ക്കുന്ന വെയിൽ. അപ്പോൾ വേഗം മറവറ്റി ഇങ്ങനെ നടക്കാം. താജ് എന്തായാലും കാണണമെങ്കിൽ വെയിൽ കൊള്ളേണ്ടി വരും. താജ് ഇങ്ങനെ വെയിലത്ത് തിളങ്ങി നിൽക്കുകയായിരിക്കും. തോക്കും ബോംബും കത്തിയൊന്നും പാടില്ല എന്ന് പറയുന്നത്. എന്തായാലും അതൊന്നും കൊണ്ടുവരാഞ്ഞത് നന്നായി. താജ്മഹൽ എൻട്രി. എന്തൊരു ഓണടിയാണ്. കണ്ണും ചെവിടും കേൾക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈസ്റ്റ് ഗേറ്റ് എൻട്രിയിലാണ് വന്നിട്ടുള്ളത്. ഈ വെസ്റ്റ് കൂടെ കടന്നുകൊണ്ടാണ്. പക്ഷേ ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ അത് നോക്കാം. നെറ്റ്വർക്ക് എന്ന് പറയുന്ന സംഭവമില്ല ഇവിടെ. അതുകൊണ്ട് നല്ല സ്റ്റക്കായിരിക്കുകയാണ്. മൊത്തത്തിൽ അങ്ങനെയാണ്. എന്തായാലും നല്ല ചൂടാണ്. ഹോസ്റ്റൈൻ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കിട്ടാനായിട്ട്. മോളിൽ നിന്ന് സിഗ്നൽ പിടിച്ചെടുക്കുക. ഒരു പുതിയ ടവർ വയ്ക്കേണ്ടി വരുമോ? സേഫ്റ്റി റീസൺസ് കാരണം നെറ്റ്വർക്ക് ജാം ചെയ്തിരിക്കുന്നതാണെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഓൺലൈൻ ടിക്കറ്റ് ഇങ്ങനെ ഇൻറ്റേർണൽ വൈഫൈ സംവിധാനങ്ങളും തരേണ്ടതാണ്. ഇതാ പ്രൊഹിബിറ്റഡ് ലിസ്റ്റ് അഗെയിൻ. ഇത് ഒരു പുതിയ അഡീഷനാണ് കേട്ടോ. ഇതൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ലാസ്റ്റ് വന്ന് 2014 12 ഇയേഴ്സ് കഴിഞ്ഞല്ലോ. ഈ കവേർഡ് വാക്ക് വേയുടെ ചുമരുകളിൽ താജ്മഹലിൻ്റെ വിഖ്യാത ചിത്രങ്ങൾ ഇങ്ങനെ കണ്ടു നടക്കാൻ പറ്റും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടൈം ഓൺവേർഡ്സ്. ഡിഫറെൻറ്റ് ആംഗിൾസ്, ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ്സ്, ബട്ട് വണ്ടർഫുൾ പിക്ചേഴ്സ്. മുന്നോട്ട് നടക്കുന്നതോറും ചിത്രങ്ങളുടെ ക്ലാരിറ്റി ഒക്കെ മാറുന്നുണ്ട്. HDയും 4K ഒക്കെ ആയിട്ട് മാറുന്നുണ്ട്. ഈ പടം യെസ്, അതൊരു 3D ഇഫക്റ്റ് പോലെ ഇല്ലേ. നല്ല ബ്ലൂ സ്കൈയും അതുപോലെ ഔട്ടർ പിക്ചേഴ്സ് മാത്രമല്ല ഇൻസൈഡ് വാൾസിൻ്റെയും ഒക്കെ പിക്ചേഴ്സ് ഉണ്ട്. ഇറ്റ്സ് ഗുഡ്. നല്ലൊരു ഗാലറിയാണ്. ആ റൂഫുള്ള ഏരിയ നിന്ന് കടന്നു കഴിഞ്ഞപ്പോൾ ചൂടുകാരൻ ഓടാനാണ് കേട്ടോ തോന്നണത്. വേഗം പോന്നോ. ഈ ഇരുവശത്തുള്ള റെഡ് സാൻഡ്സ്റ്റോൺ നിർമ്മിതികൾ വെസ്റ്റേൺ ഗേറ്റിൻ്റെ അവിടെയുണ്ട്. നമ്മളിപ്പോൾ ഈസ്റ്റേൺ ഗേറ്റിൽ കൂടെയാണ് കടന്നത്. ഫത്തേബാദി ദർവാസയാണ് ഇതിൻ്റെ പേര്. അപ്പുറത്തുള്ള വെസ്റ്റേൺ ഗേറ്റിൻ്റെ ഫത്തേപൂരി ദർവാസ. എന്തായാലും നല്ല നീറ്റ് ആൻഡ് വെൽ മെയിൻറ്റെയിൻഡ് ആണ് താജ്മഹൽ പ്രെമിസസ് ഒക്കെ. അതാ നേരെ കാണുന്നത് ജിലൗഖാന. താജ്മഹൽ കോംപ്ലക്സിലേക്ക് കടക്കാനായിട്ടുള്ള ഒരു ഗാംഭീര്യമുള്ള ഒരു മുഖപ്പ് അഥവാ പൂമുഖാണെന്ന് പറയാം ഈ ഒരു ജിലൗഖാന ഫോക്കോട്ട്. നല്ല റെഡ് സാൻഡ്സ്റ്റോൺ നിർമ്മിതി. പണ്ട് രാജാക്കന്മാരുടെ കുതിരകൾക്ക് ഇവിടം വരെ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ അത്രേ. അങ്ങനെ നമ്മൾ കാണുന്നു ദ താജ്മഹൽ. ടാഗോറിന്റെ വാക്കുകളിൽ കാലത്തിന്റെ കവളിലെ കണ്ണുനീർത്തുള്ളി. പ്രണയ സ്മാരകം, വെണ്ണക്കൽ ശില്പം എന്നൊക്കെ കേൾവിപ്പെട്ട യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇന്ത്യയുടെ അഭിമാനം. വാഹ് താജ് ബോലിയേ. ഭൂനിരപ്പിൽ നിന്ന് 240 അടി ഉയരമുള്ള ഒരു വമ്പൻ വെണ്ണക്കൽ സൗധം തന്നെയാണ് താജ്മഹൽ. ഇതിന്റെ 4 വശത്തും ഉയർന്നു നിൽക്കുന്ന മിനാരങ്ങൾക്ക് 138 അടി ഉയരമുണ്ട്. ഇത് ഇന്ത്യയിലെ മുഗൾ ആർക്കിടെക്ചറിന്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ്. 55 ഏക്കറോളം വരുന്ന വിശാലമായ ഈ താജ്മഹൽ കോംപ്ലക്സിന്റെ ഭൂമിയെ വളരെ സിമെട്രിക്കലായിട്ട് വിഭാവനം ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കോംപ്ലക്സിന്റെ ഏറ്റവും പിന്നിലായിട്ട് യമുന നദിയുടെ തീരത്തായിട്ട് ഇങ്ങനെ തലയുയർത്തി നിൽക്കുകയാണ് മക്രാന മാർബിളിൽ പണിത ഈ വിസ്മയ ശില്പം. 380ഓളം വർഷങ്ങളായി മുഗൾ, പേർഷ്യൻ, ഇസ്ലാമിക്, ഇന്ത്യൻ ആർക്കിടെക്ചർ രീതികളൊക്കെ സമന്വയിപ്പിച്ച് നിർമ്മിച്ചിട്ടുള്ള താജ്മഹൽ ഷാജഹാന്റെ മുംതാസ് മഹലിനോടുള്ള കടുത്ത പ്രണയത്തിന്റെ ഒരു സ്മാരകമാണ് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഷാജഹാന്റെ അന്തപുരത്തിലെ പല ഭാര്യമാരിൽ ഒരാളായിരുന്നു മുംതാസ് മഹൽ എന്നറിയുന്നത് കൊണ്ട് തന്നെ താജ്മഹൽ കാണുമ്പോൾ എനിക്കെന്തോ പ്രണയത്തെക്കുറിച്ച് ചിന്തിക്കാൻ തോന്നാറില്ല. പകരം അതിൻ്റെ ആ ഒരു അനന്യമായിട്ടുള്ള ഭംഗിയെക്കുറിച്ച് മാത്രം. ഇത് മെഹ്മാൻ ഖാന അസംബ്ലി ഹാൾ.
മുംതാസിന്റെ ഓർമ്മ ദിവസത്തിൽ വരുന്ന അതിഥികൾ താമസിച്ചിരുന്ന ഗസ്റ്റ് ഹൗസ് ആയിരുന്നു അത്ര. അത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നന്നായി പരിപാലിക്കുന്ന താജ്മഹൽ കോമ്പൗണ്ടിൽ ഈ ബാറ്ററി ഓപ്പറേറ്റർ അല്ലാതെ യാതൊരു തരം വാഹനങ്ങൾക്കും പ്രവേശനമില്ല. കാരണം പൊള്യൂഷൻ ഒരു വലിയ വിഷയമാണ്. താജ്മഹലിന്റെ വെണ്ണക്കല്ലിന്റെ പ്രഭ നഷ്ടപ്പെടുന്നതൊക്കെ നമ്മൾ ധാരാളമായിട്ട് പത്രങ്ങളിൽ വായിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. മാത്രമല്ല സുരക്ഷ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഇത്. നോ ഫ്ലൈ നോ ഡ്രോൺ ഏരിയ ആണ്. എല്ലാ കാലത്തും താജ്മഹലിനെ ഇന്ത്യ ഗവൺമെന്റ് ഏറ്റവും സുരക്ഷിതമായി സംരക്ഷിച്ചിട്ടുണ്ട്. വർഷം തോറും 8 മില്യൺ ജനങ്ങൾ സന്ദർശിക്കുന്ന സ്ഥലമാണ് താജ്മഹൽ. ഇന്റർനാഷണൽ ടൂറിസ്റ്റുകളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻ. അതിൻ്റെ കാരണങ്ങളിലൊന്ന് ഈ ക്രാഫ്റ്റ്മാൻഷിപ്പാണ്. എത്രയോ കാലങ്ങളെടുത്ത് നിർമ്മിച്ച ഈ സൗധത്തിന്റെ പിയട്ര ഡൂറ എന്നറിയപ്പെടുന്ന ഈ ഇൻലേ വർക്കുകൾ വളരെ സവിശേഷമാണ്. അതായത് പലതരത്തിലുള്ള സ്റ്റോൺസ് ഈ മാർബിളിൻ്റെ ഉള്ളിൽ ഇൻലേ ചെയ്ത് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ അറബിക് കാലിഗ്രഫി ഉൾപ്പെടെ സവിശേഷമായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആർക്കിടെക്ചർ രീതിയാണ് ഇവിടെ ഉള്ളത്. മറ്റൊരു പ്രത്യേകത, ഈ 4 മിനാരങ്ങളും അല്പം പുറത്തോട്ട് ടിൽറ്റ് ചെയ്തിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് അത്രേ. കാരണം എർത്ത്ക്വേക്കിൽ ഇത് വീഴുകയാണെങ്കിൽ ഉള്ളിലേക്ക് വീഴാതെ താജ്മഹലിന് കേടുപാടുകളില്ലാതെ പുറത്തോട്ട് വീഴാൻ വേണ്ടി. അങ്ങനെ കാലത്തിന് മുൻപേ നടന്നൊരു സാങ്കേതിക വിദ്യയാണ് താജ്മഹലിന്റെ ഓരോ കല്ലിലും ഉപയോഗിച്ചിട്ടുള്ളത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വാ താജ്, വാവ് താജ് എന്ന് തന്നെ പറയും. താജിന്റെ വലതായിട്ടുള്ള മെഹ്മാൻ ഖാന, അതിന്റെ അതേ സ്ട്രക്ചറിലാണ് സിമെട്രിക്കലായിട്ട് ഇടതുവശത്ത് മോസ്ക് ഉള്ളത്. മൗസോളിയത്തില് ഷാജഹാന്റെയും മുംതാസ് മഹലിന്റെയും കുടീരങ്ങൾക്ക് അടുത്തേക്ക് ജനപ്രവാഹമാണ്. അപ്പോൾ നമ്മളൊന്ന് യമുനയിലേക്കൊന്ന് നടന്നു. യമുനേ പറയൂ, നല്ല വെള്ളമുണ്ട് യമുനയിൽ. നൈസ്. വെയിലിൽ തീച്ചൂടാണ്, ഡീഹൈഡ്രേറ്റഡായി വെള്ളം കുടിക്കാണ്ട്. ഇതിലേ നടക്കുമ്പോൾ നല്ലൊരു സുഖമുണ്ട്. നമ്മുടെ ഈസ്റ്റേൺ ഗേറ്റിൻ്റെ അപ്പുറത്തപ്പുറത്തുള്ള ഈ ചുവന്ന ഇടനാഴിക്കൂടെ ഇങ്ങനെ നടക്കുകയാണ് എളുപ്പം. തീരെ വയ്യ. ശരിക്കും വെള്ളം പോലും കുടിച്ചില്ല, വെള്ളം എടുത്തുണ്ടായില്ല, അതുകൊണ്ട് തളർന്നു. മമ്മ ശരിക്കും തളർന്നു. അപ്പോൾ പുറത്തിറങ്ങിയ ഉടനെ ഒരു കടയിൽ കയറി ആഗ്രപ്പേട്ട എടുത്ത് കഴിക്കുക ഉഷാറാവാൻ. ആഗ്രയിൽ വന്ന ആഗ്രപ്പേട്ട തിന്നണ്ടേ? അപ്പോൾ നമ്മളിന്നൊരു 4-5 മണിക്കൂർ ഓടി. വൃന്ദാവൻ കണ്ടു, താജ് കണ്ടു. 45 ഡിഗ്രിയുടെ ചൂടിൽ ഇങ്ങനെ ഉരുകി ഒന്ന് റിലാക്സ് ചെയ്യാൻ തോന്നുന്നുണ്ട്. സോ വി ആർ ട്രീറ്റിംഗ് ourselves to റാഡിസൺ ആഗ്ര, ചെക്കിങ് ഇൻ. നോക്കിയപ്പോൾ ഒരു ലാസ്റ്റ് മിനിറ്റ് ഡീൽ കിട്ടിയതാണ്. അപ്പോൾ നന്നായി തോന്നി. ആൻഡ് റാഡിസൻ്റെ സർവീസ് വളരെ നല്ലതാണ്. അഫോർഡബിൾ ലക്ഷറി എന്ന് പറയാം. സ്റ്റാൻഡേർഡ് റൂമാണ് ബുക്ക് ചെയ്തത്. പക്ഷെ ഒരു ഫ്രീ അപ്ഗ്രേഡ് തന്നു പറഞ്ഞു. താജീവ് ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് നോക്കാം. ഇവിടെ ഓഹോ യെസ്, നല്ലൊരു ഉഗ്രൻ താജ് വ്യൂ ഉണ്ട്. അതാണ് നമ്മൾ റാഡിസൺ ചൂസ് ചെയ്യാനായിട്ടുള്ള മെയിൻ കാരണം. ഇത്രയും ദിവസം നമ്മളിങ്ങനെ പകൽ മുഴുവൻ ഓടി നടന്ന സ്ഥലങ്ങൾ കാണാൻ, രാത്രിയാകുമ്പോൾ ചെക്ക് ഇൻ ചെയ്യുക, പുലർച്ചെ കഴിഞ്ഞിട്ട് പിന്നെയും വണ്ടി വിടുക, അങ്ങനെയായിരുന്നല്ലോ. ഈ ചെസ്റ്റ് കഞ്ചഷൻ വെച്ചിട്ടാണ് ഈ ഓട്ടോ ഒക്കെ. അപ്പോൾ ഇടയ്ക്കൊന്ന് ചെറിയ റെസ്റ്റ് നല്ലതാണ്. എല്ലാവരും ഓൾറെഡി റിലാക്സേഷൻ മോഡിലേക്ക് മാറി. ആഹാ, പപ്പതേ മലന്നടിച്ച് കിടക്കണു. താജ്മഹൽ എന്ന വിസ്മയം എത്ര കണ്ടാലും മതിയാവില്ല എന്ന് പറയുന്നത് വെറുതെ ഒന്നല്ല. മാത്രമല്ല ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മൊത്തമായിട്ട് ഈ കോംപ്ലക്സ് കാണാൻ പറ്റും. 2 വശത്തുള്ള മെഹ്മാൻ ഖാനയും മോസ്കും അടക്കം മിനാരങ്ങളടക്കം നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട്. ഒപ്പം ആഗ്ര നഗരത്തിൻ്റെ ഒരു കാഴ്ചയും നമുക്ക് ക്യാമറയിൽ കാണുന്നേക്കാളും നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. മാത്രമല്ല താജിന് ചുറ്റുമുള്ള പച്ചക്കാട്, പച്ചപ്പിൻ്റെ ഒരു തുരുത്താണ് ആഗ്രയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള താജ്. വാഹ് താജ് ബോലിയേ, വാവ്. മറ്റ് മോണിമെൻറ്റുകളെ പോലെ ഒരിക്കലും ലൈറ്റപ്പ് ചെയ്യാത്ത ഒരു മഹാസ്മാരകമാണ് താജ്. കാരണം അതിൻ്റെ ഭംഗി നിലനിർത്താൻ വേണ്ടി. എങ്കിലും ഈ രാത്രി ഇങ്ങനെ താജിലേക്ക് നോക്കിയത് താജാണല്ലോ എന്ന് ഓർത്ത് നിൽക്കുമ്പോൾ തന്നെ ഭയങ്കരമായൊരു സന്തോഷം. ദ ഡേ ഈസ് മെയ്ഡ്. എന്തായാലും ഇന്ന് 23rd ഡേ നമ്മുടെ ഒരു
റിലാക്സേഷൻ ഡേയും കൂടിയാണ്. ഉച്ചവരെ ഓട്ടമായിരുന്നു നമ്മൾ. നല്ല ചൂട്ട വെയിലത്ത് എനിക്ക് ശരിക്കും നമ്മൾ നടന്ന് തിരിച്ച് നടക്കുമ്പോഴേക്കും കുഴഞ്ഞു. നമ്മൾ വെള്ളം എടുത്തുണ്ടായില്ല. താജ്മഹൽ വെള്ളം കയറ്റാൻ പറ്റില്ല, നീയാ പറഞ്ഞല്ല, അതേലും കുപ്പി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ശരിക്കും അങ്ങോട്ട് എക്സോസ്റ്റഡ് ആയി. വായ ഉണങ്ങിയിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പൊ എന്നിട്ടൊരു കടയിൽ കയറി എടുത്ത് തിന്നു. അല്ല, ആഗ്രഹപ്പണി എനിക്ക് നല്ല ഇഷ്ടമാണ്. വല്യമ്മ പണ്ട് നേമയെ കൊടുന്ന് വരുമ്പോൾ ഇഷ്ടം പോലെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അപ്പോൾ ഷുഗർ ലെവൽ കറക്റ്റ് ചെയ്തത് അങ്ങോട്ട് കഴിച്ചപ്പോഴാണ്. എന്നിട്ടാണ് പിന്നെ എത്രയാണെന്നൊക്കെ ചോദിച്ച് കൊടുത്തത്. പിന്നെ നല്ല കഴിച്ചത് നല്ല ഫുഡായിരുന്നു കേട്ടോ. ഇവിടുത്തെ റാഡിസണിലെ കോസ്റ്റ്ലി ആണെങ്കിലും റാഡിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവം, ഒരു ക്ലാസ്സാണ്. വല്ലപ്പോഴാവാം. സെറ്റപ്പിന് അത്ര കോസ്റ്റ്ലി അല്ല. അതെ അതെ. പിന്നെ 2 റൂം എടുത്തതിന് 7500 ആയിട്ടുള്ളൂ. അതെ. പിന്നെ ഡിന്നർ റൂമിനല്ല, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമൊക്കെ ഓഫറിൽ തരും. നമുക്ക് നല്ല ഒരു ഇഷ്ടം തോന്നും. ഫുഡായാലും ഒക്കെ നല്ല. ബ്രേക്ക്ഫാസ്റ്റ് വളരെ അടിപൊളിയാണ്. നാളെ കാലത്ത് വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു ദി ബ്രേക്ക്ഫാസ്റ്റ്. സോസേജ് ഒക്കെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് പൊതുവെ സ്ഥലങ്ങളിലൊക്കെ യൂസ് ആയതുകൊണ്ട്. എവിടെയാണ് ഞാൻ റാഡിസൺ ഒരു സംഭവം ഉണ്ടാവും. അതിൽ നമ്മളൊരു പ്രതീക്ഷ. റാഡിസൺ നമ്മൾ ചൂസ് ചെയ്യണതിന് വേറൊരു കാരണമുണ്ട്, അതും കൂടി ഇപ്പൊ പറയാം. കാരണം റാഡിസൺ ഇസ് പെർഫോമിംഗ് വിത്ത് എ പോളിസി. 2-3 കൊല്ലം മുമ്പ് സെൻട്രൽ ഗവൺമെന്റ് വലിയൊരു എമൗണ്ട്, ഒരു 80 lakhന്റെ അടുത്ത്, 6 lakhs മൈസൂരുള്ള മൈസൂർ പ്രോപ്പർട്ടി അവര് യൂസ് ചെയ്തിട്ട് നമ്മുടെ PM പ്രധാനമന്ത്രി എന്തോ പർപ്പസിന് യൂസ് ചെയ്തിട്ട് പൈസ കൊടുക്കാണ്ട് പോയി. പക്ഷെ റാഡിസൺ അത് ക്ലെയിം ചെയ്തു. വാട്ട് എവർ റീസൺ ഇറ്റ് ഈസ്, നമ്മളുടെ സർവീസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, ഹോട്ടൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അവരിങ്ങനെ അത് ക്ലെയിം ചെയ്തു. ഗവൺമെന്റ് കൊടുത്തു. എന്നിട്ട് സെറ്റിൽ ചെയ്തില്ലെങ്കിൽ ലോസ്യൂട്ട് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പൊ ഗവൺമെന്റിനോട് നേരിട്ട് നിന്ന് ആരോടായാലും നിന്ന് അത് പേ ചെയ്യണം എന്ന് പറയാൻ ഫ്രീ ബീസ് പറ്റില്ല എന്ന് പറയാനുള്ളൊരു നിലപാടെടുക്കാനായിട്ട് റാഡിസന് പറ്റി. സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റി. അവസാനം അത് കർണാടക ഗവൺമെന്റ് കൊടുത്ത തടി കഴിച്ചിലാക്കി. അപ്പൊ അങ്ങനെ നമ്മൾ സൈനിങ് ഓഫ് ഫോർ ദ 23rd day. Good night from FTT family Travel Trails. Good night. Good night.